അൻവറിന് പറയാനുള്ളത് കേൾക്കാനുള്ളവരാണ്, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. തീർച്ചയായും ചേട്ടനൊക്കെ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് മുക്കത്തുനിന്ന് വരികയാണ്. എന്താ അൻവർ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒന്നുമില്ല, നല്ലൊരു അഭിപ്രായത്തിലാണ് നമ്മൾ വരുന്നത്. കാരണം അഴിമതി പുറത്തു കൊണ്ടുവരാന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ആശയമാണത്. ഞാൻ ആം ആദ്മിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വിഷയത്തിലൂടെ നമുക്ക് യോജിക്കുന്ന ഒരു വ്യക്തിയാണിത്. വലിയ പ്രതീക്ഷയിലാണുള്ളത്. 100%. എന്താ പ്രതീക്ഷിക്കുന്നത്? അൻവർ ഒരു ആൺകുട്ടിയാണെന്നാ പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടിട്ട് വന്നതാ, നോക്കട്ടെ. പിണറായിനോടാണ് മുട്ടുന്നത്, CPM-നോട് മുട്ടുന്നത്. ആരോടായാലും അൻവർ പറഞ്ഞതിൽ സത്യം ഉണ്ടല്ലോ, അതാണ് നമ്മൾ നോക്കുന്നത്. വലിയ പ്രതിസന്ധികളും വെല്ലുവിളിയൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ മറികടക്കാൻ അൻവർ കഴിയും. പിന്നെ കഴിയും. പിണറായിന്റെ ഭരണത്തിന് കീഴിലുള്ള അൻവർ അല്ലേ? അപ്പൊ അൻവറിന് അറിയുണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഡീറ്റെയിൽ ആയി പറഞ്ഞോളൂ. പക്ഷെ വേണ്ട പിന്തുണക്ക് അൻവറിന് കിട്ടുമോ? നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ ലീഗും കോൺഗ്രസും ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ജനങ്ങളെ പ്രത്യേകമായിട്ട് കേസ് വരാൻ പോവാണ്. കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി കിട്ടിയതിനേക്കാൾ പിന്തുണ വരും. കേരളത്തിൽ CPM-ന് ഒറ്റ MLA ഉണ്ടാകാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. CPM-ന് എന്ന പാർട്ടിയോട് ഞങ്ങൾക്ക് ആർക്കും വിയോജിപ്പില്ല. CPM-നെ നയിക്കുന്ന നേതാക്കന്മാർക്കാണ് കുഴപ്പം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ? ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? പാർട്ടിക്കാരാണ്. ചെറുപ്പം മുതലേ CPM-ലാണ്. പക്ഷെ ഇനി ആ പാർട്ടിയോട് വിയോജിപ്പാണ്, പാർട്ടിയുടെ നേതാക്കന്മാരോട് വിയോജിപ്പ്. അതാണ് ജനാധിപത്യം. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ CPM അനുഭാവികളാണോ, കോൺഗ്രസ് അനുഭാവികളാണോ, ലീഗ് അനുഭാവികളാണോ? ഇത്രയും കാലം ഏത് പാർട്ടിയുടെ കൂടെ? ഇത്രയും കാലം CPM പാർട്ടിയുടെ കൂടെ തന്നെയാണ്. കൂടെ ഇരുന്നു. ഇപ്പം മാറിയതാണ് ഇവരെ ഈ അവസ്ഥ കൊണ്ട്. സത്യം മനസ്സിലാക്കണം. സത്യം പറയുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അൻവർ. CPM-ന് ഇതിന് മുൻപും വലിയ വലിയ ആളുകൾ CPM-നോട് നേരിട്ട് മുറ്റാൻ വന്നിരുന്നു. അവരൊക്കെ ആയുധം താഴെ വെച്ചാണ്. അതുപോലെയല്ല അൻവറിൽ ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ നാട്ടുകാരനാണ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് അച്യുതാനന്ദനും പിണറായിയും കൂടെ കുറെ കൊമ്പ് പുറത്താണ്. അച്യുതാനന്ദനെ ഒതുക്കാൻ കുറെ നോക്കിയാണ്. നടന്നോ? ഇല്ലല്ലോ. അച്യുതാനന്ദനെ ഒതുക്കാൻ പറ്റൂലെന്ന് കണ്ട കഴിഞ്ഞപ്പോ പിന്നെ വേറെ കളിയിൽ ഈ ആൾക്കൂട്ടം കൊണ്ട് മാത്രം അൻവർ മുന്നോട്ട് പോകാൻ കഴിയോ? അതെ പ്രതീക്ഷ, വളരെ ആശ്ചര്യമുള്ള കൗതുകമുള്ള പ്രതികരണങ്ങൾ മാറുന്നില്ല. 1000 പേര് വിളിച്ചാൽ വരുമെന്നാണ് അൻവർ രാവിലെ പറഞ്ഞത്. 50 കസേര മാത്രം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ 50 കസേരയ്ക്കും അതിന് ഇരട്ടിയുള്ള ആളുകൾ ഇപ്പൊ വരെ തന്ത്രശാലിയാണ്. കൂടുതൽ കസേരകളൊന്നും ആദ്യം പറഞ്ഞു, എണ്ണം പറഞ്ഞില്ല. 50 എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൂട്ടുക. തുടക്കം മുതലേ അങ്ങനെ യാതൊരു അവകാശവാദവും BV അൻവർ ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ പരിപാടിയെ കുറിച്ചൊക്കെ വരുന്നവർ വരട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിട്ട് നമുക്ക് അതിനെ കാണാം. കൂടുതൽ ആളുകൾ വന്നാൽ എന്തായാലും അൻവറിന് തെളിയിക്കാനുള്ള ഒരു ശക്തി പ്രകടനം കൂടിയാണല്ലോ ഇത്. ഏതായാലും ആളുകളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്, എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. അതെ, വലിയൊരു ഊർജ്ജം കാണുന്നുണ്ട് വന്നവരൊക്കെ ഒരേ ഊർജ്ജം. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ നിന്ന് വന്നവരാണെന്നൊക്കെ പറയുന്നു. ആം ആദ്മി പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഇവർ CPM-മാരുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല മെമ്പർഷിപ്പ് ഉള്ളവരാണോ, അങ്ങനെ അനുഭാവികളായിരിക്കും ചിലപ്പോൾ. കെജ്രിവാളിന്റെ പിൻഗാമിയായിട്ട് വരാൻ പറ്റിയ വ്യക്തിയാണത് 100%. എന്നാലും നിലമ്പൂര് അൻവറിൻ്റെതായ ഒരു പിന്തുണയുണ്ട്, ഒരു ബാക്കപ്പ് ഉണ്ട്. നമ്മൾ മുൻകാല പശ്ചാത്തലത്തിലൊക്കെ കണ്ടാണ്. അപ്പോഴും CPM ഒരു പ്രതിരോധ കോട്ട അൻവറിന് തീർത്തു. അതിന്റെ ബാക്കപ്പ് ആണെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. അതിലും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ അൻവറിന് ഒറ്റയ്ക്ക് നിലകൊള്ളാനാവുമോ എന്ന ചോദ്യമാണ് പാർട്ടിക്ക് മുന്നിലേക്ക് കൂടി അൻവർ ഇത്തരത്തിലൊരു ആക്രമണമായി വരുമ്പോൾ നമുക്ക് കാണേണ്ടത്. നിലമ്പൂരിൽ അൻവറിന്റെ നാട്ടിൽ നടത്തുന്ന പൊതുയോഗം വിജയിക്കും. അതെ, ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് വിജയിക്കും. ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറെക്കുറെ വിജയിച്ചു എന്ന് പറയാം. ബാക്കി അൻവർ വരുമ്പോൾ ബാക്കി സസ്പെൻസിന് കാണാം.